ഇത്തവണ ബജറ്റിൽ ഒരു കൗതുകമുണ്ട്. നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പുറമെ ചെറിയ ബജറ്റ് പുസ്തകം കൂടി പുറത്തിറക്കിയിട്ടുണ്ട്. സാധാരണ പൗരന്മാർക്ക് മനസ്സിലാക്കാൻ സിറ്റിസൺ ബജറ്റ് എന്ന പേരിലാണ് രണ്ടാമത്തെ ഈ ബജറ്റ് പുസ്തകം. ഇതിൽ കവർ പേജ് വരച്ചത് താൽക്കാലിക ഡ്രൈവറായ സ്റ്റാലിൻ. ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട്. ഇത്തവണത്തെ ബജറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണത്തെ ബജറ്റ് 2 ബുക്കുകളാണ്. അതായത് ഒരു ബുക്ക് നിയമസഭയിൽ ധനമന്ത്രി വായിക്കുന്ന അതേ പ്രസംഗങ്ങളെല്ലാം അതുപോലെ പ്രിൻ്റ് ചെയ്ത ഒരു ബുക്ക്. രണ്ടാമത്തെ ബുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇത്തരമൊരു ബുക്ക്, അതായത് ബജറ്റിലേക്കുള്ള പൗരൻ്റെ വഴികാട്ടി, സിറ്റിസൺ ഗൈഡ് ടു ബജറ്റ് എന്ന രീതിയിൽ ഒരു വളരെ സിമ്പിളായ ഒരു ബജറ്റ്, അതായത് എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ബജറ്റിൻ്റേതായ സങ്കീർണതകളോ കണക്കുകളോ ഒന്നുമില്ലാത്ത ഒരു ബജറ്റ് പുസ്തകം. അതിൻ്റെ ഉൾഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ ഗ്രാഫിക്സ് എല്ലാം നൽകി വളരെ സിമ്പിളായി എല്ലാവർക്കും മനസ്സിലാകാവുന്ന രീതിയിലാണ് ഈ ഒരു ബജറ്റ്, ഒരു സിറ്റിസൺ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും ബജറ്റിൻ്റെ സങ്കീർണതകൾ ഒന്നുമില്ലാതെ തന്നെ ഇത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. ഇതോടൊപ്പം ഇതിൻ്റെ ഫ്രണ്ട് പേജ് കണ്ടില്ല, ഈ പേജ്, ഈ ചിത്രം വരച്ചത് ധനവകുപ്പിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. സ്റ്റാലിൻ, അദ്ദേഹത്തിൻ്റെയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. അദ്ദേഹം ധനവകുപ്പിലെ ഒരു താൽക്കാലിക ഡ്രൈവറാണ്. ചേട്ടൻ്റെ വരയാണല്ലേ ഇത്? അതെ അതെ. എങ്ങനെയാണ് ചേട്ടൻ ഈ ഒരു വരയിലേക്ക്, ചേട്ടന് ഈ സിറ്റിസൺ ഗൈഡ് ലൈൻ ബഡ്ജറ്റ് അതിൻ്റെ കവർ പേജ് വരയ്ക്കാനുള്ള അവസരം കിട്ടുന്നത്? നമ്മുടെ PSൻ്റെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഇത് വരയ്ക്കാൻ എനിക്കൊരു ഇത് വന്നത്. അതിൻ്റെ ഒരു തീമെല്ലാം അതിൻ്റെ ഒരു APS നിർബൻ സാറ് പറഞ്ഞു തന്നു. അതനുസരിച്ചാണ് വരച്ച് തുടങ്ങിയത്. എപ്പോഴെങ്കിലും ഈ ബജറ്റ്, സാധാരണ ബജറ്റ് പ്രസംഗം പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് പകുതിയൊക്കെ മനസ്സിലാക്കാറുണ്ട്. കണക്കുകൾ അറിയില്ലെങ്കിലും ഒരു സർക്കാർ എന്താണ് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ഏകദേശമൊക്കെ അറിയായിരുന്നു. ഇത് ഇപ്പോൾ സാധാരണക്കാർക്ക് കൂടി മനസ്സിലാക്കാൻ സിമ്പിളാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതെങ്ങനെയുണ്ട്? ഇത് നമ്മുടെ വികസനത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ് ചേർത്ത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മനസ്സിലാക്കാറുണ്ട്. എന്തായാലും ഇതാണ് സ്റ്റാലിൻ വരച്ചതാണ് ഈ ഫ്രണ്ട് പേജ്. അത് മാത്രമല്ല, ഇത് സാധാരണക്കാർക്ക് നിയമസഭാ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വായിക്കാനും കഴിയും. മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അതുകൂടി ചോദിക്കാം. താൽക്കാലിക ജീവനക്കാർക്ക് ഒരു ആശ്വാസം കൂടി ബജറ്റിലുണ്ട്. നിങ്ങളുടെ വരുമാനം ചെറുതായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതിൽ സന്തോഷമുണ്ടോ? അതിൽ വളരെയധികം സന്തോഷമുണ്ട്. മന്ത്രിയോട് പ്രത്യേകം നന്ദിയുണ്ട്. എന്തായാലും നിരവധി താൽക്കാലിക ജീവനക്കാരിലെ ഒരു പ്രതിനിധി കൂടിയാണ്, അതുകൊണ്ടാണ് അക്കാര്യങ്ങളോട് ചോദിച്ചത്. താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം 5% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ശരാശരി പ്രതിമാസ ശമ്പളത്തിൽ 1000 രൂപയോളം വർധന ഉണ്ടാകുമെന്നുള്ളതും ഒരു പോസിറ്റീവാണ്. അഭിലാഷ് തൊഴുങ്കോടിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.